വാട്സപ്പ് നൻപ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ദുബായിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് എവിടേക്കാണെന്ന് അറിയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വണ്ടി കാണാൻ പോവാണ്. സ്പെഷ്യൽ വണ്ടി എന്ന് വെച്ചാൽ അത്ര സ്പെഷ്യലായിട്ടുള്ളൊരു വണ്ടിയാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സൈബർ ട്രക്കാണ്. അതും ദുബായ് പോലീസിൻ്റെ സൈബർ ട്രക്ക്. ഈ സൈബർ ട്രക്ക് എവിടെയുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ മാൾ ഓഫ് എമിറേറ്റ്സിലാണ് ഈ സൈബർ ട്രക്ക് ദുബായ് പോലീസ് ഡിസ്പ്ലേക്ക് ഇട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കൂടിയും ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും ഈ സൈബർ ട്രക്കിൻ്റെ. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ സൈബർ ട്രക്ക് എന്തായാലും കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം സമയം 2:30 ആവാറായി. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ബൈക്കിൽ നിന്നല്ല എടുത്ത് പോകുന്നത്. നമ്മളിപ്പോൾ ചൂട് കാരണം ബൈക്ക് ഇപ്പോൾ എടുക്കണില്ല. 2 മണിക്ക് നല്ല ചൂടാണ്. ഏകദേശം ഒരു 43 ഡിഗ്രി സെൽഷ്യസോളം ഉണ്ട് നമ്മുടെ ചൂടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇന്ന് ബുർജ്മാൻ മെട്രോ എന്ന്, അതായത് നമ്മളിപ്പോൾ ഉള്ളത് കരാമയിലാണ്. കരാമയുടെ അടുത്തുള്ള ബുർജ്മാൻ മെട്രോയിൽ കയറിയിട്ടാണ് നമ്മൾ മാൾ ഓഫ് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട്, അപ്പോൾ മെട്രോന്ന് തന്നെ എൻട്രൻസ് ഉണ്ട് നമ്മുടെ മാളിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങിയാലോ. അതായത് നമ്മളത് ബുർജ്മാൻ മെട്രോയുടെ അടുത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ബുർജ്മാൻ മാളാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ 4 മണിയായിട്ടും നല്ല വെയിലാണ് ഇവിടെ. അതായത് നമ്മളത് മാൾ ഓഫ് എമിറേറ്റ്സിലെത്തി. ഇതാണ് നമ്മുടെ സൈബർ ട്രക്ക് ദുബായ് പോലീസിൻ്റെ. ടയറൊക്കെ നോക്കിയല്ലേ, നല്ല അടിപൊളി ഡെലിവറിയാണ്. ബാക്ക് സൈഡൊക്കെ നോക്കാൻ വെച്ചാൽ ഈ ഒരു രീതിയിൽ കേട്ടോ. നമ്പർ 5 നമ്പർ വണ്ടിയാണ്. ഇത് റിവേഴ്സ് ലൈറ്റും ഒക്കെ ഇവിടെ ഒന്നുണ്ട് വരുന്നത്. പിന്നെ നമുക്കൊരു റിഫ്ലക്ടർ ഒന്നുണ്ട് അടിയിൽ. റിഫ്ലക്ടറാണോ ബ്രേക്ക് ലൈറ്റ് ആണെന്ന് അറിയില്ല. ഇവിടെ നോക്കാൻ വെച്ചാൽ ഒരു ക്യാമറ ഉണ്ട്. പിന്നെ മുകളിൽ നോക്കാൻ വെച്ചാൽ റൂഫ് ഗ്ലാസ് ആണ്. പിന്നെ ഇവിടെ നോക്കാൻ വെച്ചാൽ എമർജൻസി കോൺടാക്ട് 999 ഇവിടെ കൊടുത്തിട്ടുണ്ട് ദുബായ് പോലീസിൻ്റെ. വേറെ ലെവലായിട്ട് വണ്ടി. ഉള്ളിൽ നോക്കുകയാണെന്ന് വെച്ചാൽ സ്റ്റീരിയോ ഒക്കെ ഈ ഒരു രീതിയിലാട്ടോ വന്നുള്ളത്. മിറർ നോക്കുകയാണെന്ന് വെച്ചാൽ മിറർ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഗുഡിയറിൻ്റെ ടയറാട്ടോ വണ്ടിക്കുള്ളത്. ഇതിൻ്റെ വൈപ്പറൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ വൈപ്പർ ഒറ്റ വൈപ്പറുള്ളൂ കേട്ടോ. ഡ്രൈവർ സൈഡിൽ മാത്രമേ ഒരു വൈപ്പറുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ നോക്കുക വെച്ചാൽ ഹെഡ് ലൈറ്റിൻ്റെ ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫോഗ് ലൈറ്റ് തോന്നുന്നുണ്ട് ഈ കാണുന്നത്. ഇതൊക്കെ ഫോഗ് ലൈറ്റ് തോന്നുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കുക വെച്ചാൽ ഹെഡ് ലൈറ്റിൻ്റെ ഭാഗമാണ് ഇവിടെ ഫ്രണ്ടിൽ. പിന്നെ ദുബായ് പോലീസിൻ്റെ എംബ്ലം. സംഭവം ഒരു മുതൽ തന്നെ കേട്ടോ. വീഡിയോയിൽ കൂടെ കാണുമ്പോൾ ഫീൽ ചെയ്യില്ല. ഡയറക്റ്റ് കാണുമ്പോൾ അടിപൊളിയായിട്ട് തന്നെയാണ് കാണാനുള്ളത്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഇതിൻ്റെ ബോഡിയെ കുറിച്ച് കുറേ പറയാനുണ്ട്. വേറെ ലെവലാണ് ഇതിൻ്റെ ബോഡിയൊക്കെ. ഭയങ്കര സ്ട്രോങ് ആണ്. ഷൂട്ട് ചെയ്താൽ പോലും പൊട്ടാത്തൊരു ബോഡിയാണ് ഇതിനുള്ളത്. എമിറേറ്റ്സ് മാളിൻ്റെ ഉള്ളിൽ കുറേ നടന്നതിന് ശേഷമാണ് നമ്മുടെ സൈബർ ട്രക്ക് നമുക്ക് കാണാൻ പറ്റിയത്.
നോക്കുക വെച്ചാൽ നമ്മുടെ പാസഞ്ചറിൻ്റെയും ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലും ഇവിടെ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഒരു ഇത് പോയിട്ടുണ്ട് ഇവിടെ, കണ്ടില്ലേ? പിന്നെ നോക്കുക വെച്ചാൽ സൈഡിൽ ഇൻഡിക്കേറ്ററൊക്കെ വന്നുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇൻഡിക്കേറ്ററൊക്കെ വന്നുള്ളത് കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് കൂളിംഗ് ആയ കാരണം ചിലപ്പോൾ ക്ലിയർ ആവുണ്ടാവില്ല. സ്റ്റീറിംഗ് ഒക്കെ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഉള്ളിലത്തെ ഒക്കെ പ്ലെയിനാണ്, ഉള്ളിൽ ഒന്നും ഇല്ല. അതായത് ഫുള്ള് സ്റ്റീരിയോ കൺട്രോൾഡ് വൈസാണ് വണ്ടി. അതേപോലെ തന്നെ ക്യാമറ, സൈഡിലുള്ള ക്യാമറയാണ് കാണുന്നത്. വൈസ് എൻ്റെ ബാക്കിലുള്ളതായിട്ട് നമ്മുടെ സൈബർ ട്രക്ക് കിടക്കുന്നുണ്ടല്ലോ. ഇതിൽ നാളെയും കൂടി ഇവിടെ ഉണ്ടാവും. 26-ാം തീയതി വരെയാണ് എമിറേറ്റ്സ് മാളിലുണ്ടാവുക. വരുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ആയിട്ട് വന്നോളാം, സൈബർ ട്രക്ക് കാണാൻ പറ്റും. അങ്ങനെ സൈബർ ട്രക്ക് കണ്ടിട്ട് നമ്മൾ തിരിച്ച് മെട്രോയിലേക്ക് പോവാണ്. ഇതാണ് മെട്രോയിലേക്ക് പോകുന്ന വഴി. പോണ വഴിക്ക് നമുക്കിവിടെ ഒരു ചെറിയൊരു ലേക്ക് കാണാം. ആ ലേക്ക് നോക്കി നിൽക്കുകയാണ് ഞാനിപ്പോൾ. നമ്മുടെ മെയിൻ റോഡ്, നമ്മുടെ മെട്രോ സ്റ്റേഷനാണ് ആ കാണുന്നത്. ഇതാണ് നമ്മുടെ മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ നമ്മളങ്ങനെ മെട്രോയിലെത്തി. നമ്മുടെ മെട്രോ നിന്ന് വരുന്നുണ്ട്. മെട്രോയിലാണ് നമ്മൾ തിരിച്ച് പോകണം. അങ്ങനെ ഫൈനലി നമ്മൾ റൂമിലെത്തി. 6 മണി 7 മണി ആ ടൈം എന്ന് പറഞ്ഞാൽ മെട്രോയിൽ ഇങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്തിട്ട് അറ്റൻഷനായിട്ടാണ് ഞാൻ മെട്രോയിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ആ സൈബർ ട്രക്ക് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് സൈബർ ട്രക്ക് നേരിട്ട് കാണുന്നത്. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഇത്ര നല്ലൊരു സൈബർ ട്രക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ തന്നെ ദുബായ് പോലീസിൻ്റെ അല്ലാണ്ട് വേറെ സൈബർ ട്രക്ക് കൂടി ഉണ്ട് ഇവിടെ ദുബായിൽ. പക്ഷേ അത് ഞാൻ ഏതൊരു ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇന്നാണ് ഞാൻ സൈബർ ട്രക്ക് എന്തായാലും നേരിട്ട് കണ്ടു. അതൊക്കെ ഒന്ന് കിട്ടിയാണ്ടല്ലോ, ഒന്ന് ഓടിക്കായിരുന്നു വണ്ടി. ശരിക്കും പറഞ്ഞാൽ ആ വണ്ടി തന്നെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു അടിപൊളി സംഭവം. വേറെ ഒന്നും പറയാല്ലേ വണ്ടിയെ കുറിച്ചിട്ട്. നമ്മളപ്പോൾ അവിടെ നിന്ന് മെട്രോ കയറിയിട്ട് നമ്മൾ ബുർജുമാനിലാണ് വെച്ച് തിരിച്ചു. അതേപോലെ നമ്മൾ പോയ പോലെ തന്നെ ബുർജുമാനിൽ വന്നിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ കരാമയ്ക്ക് നടന്നു വരികയാണ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ ആ സൈബർ ട്രക്ക് അതായത് ദുബായിലെ സൈബർ ട്രക്ക് നമ്മൾ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ഇൻ്റർനാഷണൽ റൈഡാണ് ആയിട്ടാണ് നമ്മളിപ്പോൾ ദുബായിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ റൈഡ് ഇനി ഇവിടുന്ന് തുടർന്ന് നമ്മൾ സൗദി, ഇറാഖ്, പിന്നെ തുർക്കി, ജോർജിയ, റഷ്യ, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ സൈനിങ് ഓഫ് വിഷ്ണു. ബൈ ബൈ.